അങ്ങനെ സായിയുടെ അപ്പൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് സായ് ഒരുപാട് ദിവസമായിട്ട് പറയുന്നുണ്ട്, എന്റെ തന്തപ്പടീനെ വിടല്ലേ, ബിഗ് ബോസ് വീട്ടില് അയ്യോ എന്റെ അപ്പം വന്നാൽ ഞാൻ തീർന്നു, എന്തോ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ കുട്ടിക്കൊണ്ട് പോണ പോലെയാണ് സായ് കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സായയുടെ അപ്പൻ ബിഗ് ബോസ് വീട്ടിലോട് വന്നിട്ടുണ്ട്. സായ്ക്ക് എന്തായിരിക്കും തന്നെ അപ്പൻ ഇത്രമാത്രം വെറുക്കുന്നത്? പ്രധാനമായിട്ട് സായ് തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ ഇതിൽ തന്നെ ഒരുപാട് സ്നേഹിക്കാണ്ട് തന്റെ പെങ്ങളെയും അതുപോലെ തന്നെ സിസ്റ്ററിനെയൊക്കെയാണ് ഒരുപാട് അച്ഛൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്നേഹം പോലും സായിക്ക് കൊടുത്തിട്ടില്ല. സായിനെ എപ്പോഴും കുത്തുവാക്കുകൾ പറയുക, അടിക്കുക, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് സായിക്ക് സായിന്റെ അപ്പൻ ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ സായിന്റെ അപ്പൻ വീട്ടിൽ നിന്ന് കാണുമ്പോൾ വിഷമിക്കുന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വിഷമിക്കാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോ സായിയുടെ അപ്പൻ വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടും സായിന്റെ അപ്പൻ ബിഗ് ബോസുകാർ കൊണ്ടുവന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സായിയുടെ അപ്പം വരുവാണെങ്കിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് കിട്ടുമല്ലോ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കും സായിയുടെ അപ്പൻ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നത്. ഞാനിപ്പോ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യാം. അതായത് സായിയുടെ അപ്പൻ നേരിട്ടല്ല ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. സായിയുടെ വൈഫ് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് നേരിട്ട് കയറിയിട്ടുള്ളത്. അങ്ങനെ സായിയുടെ അപ്പൻ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇത്രയും നേരം ന്യൂസ് ലഭിച്ചതിൽ വെച്ച് മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, അതായത് എനിക്ക് അറിഞ്ഞ ന്യൂസ് ഇങ്ങനെയാണ്. സായിയുടെ അപ്പൻ നേരിട്ടല്ല ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത് പ്ലാസ്മ TV വഴിയാണ്, വീഡിയോ കോൾ വഴിയാണ് സായിയുടെ അപ്പൻ വന്നിട്ടുള്ളതും. സംസാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്, അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു എന്നൊരു ന്യൂസാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ എന്തെന്നാലും ആ പ്രശ്നങ്ങൾ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അത് നേരിട്ട് കണ്ട് അതങ്ങ് സംസാരിച്ച് തീർക്കുന്ന പോലെ അല്ല ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ. പിന്നെ ഇതൊരു നാട്ടുകാർ മൊത്തം കാണുന്ന ഒരു TV ഷോ ആയതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളെ സോൾവ് ആയി ചിരിച്ച് സംസാരിക്കാനാണ് ചാൻസ് കൂടുതലും. അപ്പൊ അവര് വീഡിയോ കോൾ വഴി സംസാരിക്കുന്നു. സായയുടെ വൈഫ് വന്നിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ. അപ്പോ ഇതുപോലെ എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പെടാന്ന് വേഗം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആര് എവിക്റ്റ് ആയി എന്ന ന്യൂസ് ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇടുന്നതായിരിക്കും. അപ്പൊ അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് എല്ലാ ന്യൂസും കുറച്ച് നേരത്തെ കിട്ടുന്നതായിരിക്കും. അത് വ്യക്തമായി ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും നല്ലൊരു രസമുള്ള കാര്യമാണ്, അടിപൊളിയാണ്. ഇത് ലൈക്ക് അടിച്ചൂടെ?